2 സവാള വെച്ചിട്ട് 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള 2 മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സവാളയുടെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ കഴുകിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ ഒരുപാട് കനം കുറച്ചിട്ടൊന്നും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഈ സവാള ഈ നടുക്ക് കാണുന്ന ഭാഗം മാത്രം മുറിച്ച് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കയ്പ്പായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.